ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ KVS കേന്ദ്രീയ വിദ്യാലയ സംഘടനയിലെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന, അതായത് ഇപ്പം 2025 മുമ്പ് 2018-ലും 2016-ലും 2023-ലും നടന്ന KVS എക്സാമിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചുള്ള ഒരു താരതമ്യ പഠനമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ KVS എഴുതാനായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ എഴുതാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എല്ലാവരും ജസ്റ്റ് ഇതൊന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം വിലയിരുത്തുക, പഠന പുരോഗതി വിലയിരുത്തുക, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ആരംഭിക്കുക. ഓക്കെ, എത്രത്തോളം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇനി എത്രത്തോളം നമ്മൾ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് ലെങ്ത് കൂടിപ്പോയി, നീണ്ടുപോയി എന്നൊന്നും പറയരുത്, കാരണം മുഴുവനും പറഞ്ഞല്ലേ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ എന്തായാലും 2016-ഉം 2018-ഉം 2023-ലെയും കട്ട് ഓഫ്, അതായത് PRT-യുടെയും TGT-യുടെയും PGT-യുടെയും കട്ട് ഓഫിനെ കുറിച്ചാണ് ഒന്ന് പറയുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അത് വെച്ചിട്ട് നിങ്ങളൊന്ന് വിചിന്തനം നടത്തിയിട്ട് അപ്ലൈ ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പം മുന്നോടിയായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, എഴുതാൻ നിൽക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെയോ അല്ലെങ്കിൽ ഈ മുകളിൽ കാണപ്പെടുന്ന ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകളിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് കരുതുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ, എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓരോ എക്സാമിനെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ, അതായത് എക്സാം ഡേറ്റ്, നോട്ടിഫിക്കേഷൻസുകൾ, ഇത് കണക്കുള്ള കട്ട് ഓഫുകൾ, അതുപോലെ തന്നെ സിലബസുകൾ, അയക്കേണ്ട രീതി, എല്ലാ കാര്യങ്ങളും ഓരോ വീഡിയോസായിട്ട് RRB ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ KBSന്റെ കോഴ്സ് ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ അഡ്മിഷൻ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാളെ മുതലോ മറ്റന്നാൾ മുതലോ ബുധനാഴ്ച മുതൽ അഡ്മിഷൻ സ്റ്റാർട്ടാകും. ഓക്കെ, അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, അതുവഴി ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അഡ്മിഷൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് ക്ലാസ് ആയിരിക്കും. പ്ലസ് എല്ലാ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലസ് PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ 10,000-ഓളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. കൂടാതെ ഒരു ഈ 16, 18, 23 ഈ കാലയളവുകളിൽ നടന്ന എക്സാമുകളുടെ PYQ നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് കോഴ്സിന്റെ പ്രത്യേകത. അപ്പോൾ KVS, അതുപോലെ തന്നെ CTET, KVS എക്സാംസ്, അതുപോലെ തന്നെ CTET-ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിലവിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് കോഴ്സുകൾ RRB ടീച്ചർ. ഓക്കെ, RRB ടീച്ചറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫീസ് നമ്മൾ വളരെ അഡ്മിഷൻ ഫീസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. 5% റിഡക്ഷൻ കൊടുത്തിട്ടുള്ള അഡ്മിഷൻ ഫീസ് മാത്രമായിട്ട് 599 ആണ് അതിൻ്റെ ഫീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSA നാച്ചുറൽ സയൻസിൻ്റെ ഫീ എന്ന് പറയുന്നത് 999 ആണ്. 50% റിഡക്ഷനോട് കൂടി 999 മാത്രമേ ഉള്ളൂ ഫീ എന്ന് പറയുന്നത്. കോഴ്സ് എല്ലാം ഇതേ ലെവലിൽ തന്നെയാണ് കോഴ്സ് എല്ലാം. ഓക്കെ, അതുപോലെ തന്നെ HSAയുടെ ജനറൽ ബാച്ചിന്റെ ഫീസ് 499 ആണ്. അതുപോലെ LP UPക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ LP UPയുടെ ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അത് ഫുള്ളി ഫ്രീ ബാച്ച് ആണ്. നിങ്ങൾക്ക് ഉള്ളി അഡ്മിഷൻ ഫീസ് 299 എന്ന് പറയുന്ന അഡ്മിഷൻ ഫീസ് മാത്രം അടച്ചുകൊണ്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സുകൾ. നിലവിൽ അഡ്മിഷൻ നടക്കാൻ പോകുന്ന കോഴ്സുകൾ KVS, CTET, NVS മുതലായ കോഴ്സുകളാണ്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി മുകളിൽ കാണപ്പെടുന്ന 7736 75 047 എന്ന നമ്പറിലേക്കോ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴിയോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം, നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഓക്കെ, അപ്പം KVS കഴിഞ്ഞ കാലയളവുകളിൽ നടത്തിയ എക്സാമിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, KVSന്റെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കട്ട് ഓഫ് പരിശോധിക്കുമ്പോഴത്തേക്ക് 16-ൽ നിന്നും 18-ൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ് 23-ലേക്ക് വരുമ്പോൾ. ഇനി 25-ലേക്ക് വരുമ്പോഴും അതിൽ നിന്നും വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ നിങ്ങളൊന്ന് നോക്കി പഠിക്കുക. ആ ഒരു രീതിയും കൂടെ നോക്കി എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഞാൻ
കെ വി എസിന്റെ PRT-യുടെ കട്ട് ഓഫ് ആണ്, അതായത് പ്രൈമറി ടീച്ചറിന്റെ കട്ട് ഓഫ് ആണ്. അതായത് ഇത് ആക്ച്വലി ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചത് അതുപോലെ തന്നെ സോറി ഓക്കെ, അതായത് ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞതിന് ശേഷമുള്ള ടോട്ടൽ കട്ട് ഓഫ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതിൽ അൺറിസർവ്ഡ് അതായത് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 134 ഓക്കെ, പോയിന്റ് ഞാൻ പറയുന്നില്ല. EWSൻ്റെത് 127 OBC നോൺ ക്രീമി ലെയറിൻ്റെത് 127, SC-യുടെ 121, ST-യുടേത് 102, OH-ൻ്റെത് 118, പിന്നെ VH ഉണ്ട്, വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ളവരുടെ കട്ട് ഓഫ് ഉണ്ട്. വിഷ്വലി ഇമ്പേർഡുള്ള 110 ഓക്കെ, 110 വരുന്നത്. ഓക്കെ, ഇതായിരുന്നു KVSന്റെ 2023 കട്ട് ഓഫ് എന്ന് പറയുന്നത്. 2023 കട്ട് ഓഫ് ഇതായിരുന്നു. അപ്പൊ 134, 127, അതായത് ഇപ്പൊ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഏകദേശം 100, അതായത് 100, 135 അല്ലെ, 135. അപ്പൊ 100-നും 135-നും ഇടയിലാണ് എന്ത് ചെയ്യുന്നത് 2023 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 100-നും 135-നും ഇടയ്ക്ക്. 100-നും 135-നും ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 മാർക്കാണ് നമ്മുടെ തിയറി എക്സാം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഈ 180 മാർക്ക് തിയറി എക്സാം, ബാക്കി നമുക്കുള്ളത് ഇന്റർവ്യൂ പ്ലസ് ഡെമോയാണ്. ഇന്റർവ്യൂ പ്ലസ് ഡെമോ എന്ന് പറയുന്നത് 50% പ്ലസ് 15% ആണ്. അതായത് ഇതിൽ നിന്നും 70%-ഉം പ്ലസ് ഇതിൽ നിന്ന് ഇന്റർവ്യൂവിന് 15%, ഡെമോ ക്ലാസ്സിന് 15%, രണ്ടും കൂടെ ചേർത്തിട്ട് 30. അങ്ങനെയാണ് 100% ആക്കുന്നത്. അങ്ങനെയാണ് 100%. ആ 100%-ലെ മാർക്കാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 134 ജനറലിന്റെ ഹയസ്റ്റ് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അത് EWS വരുമ്പോൾ 127, OBC 127 തന്നെ, SC 121, ST 102, OH 118, PH എന്ന് പറയുന്നത് 110 ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഇവിടെ ST 102. അപ്പൊ 100 മുതൽ നമുക്ക് എടുക്കാം. 100 മുതൽ 135 വരെയാണ് കട്ട് ഓഫിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ കട്ട് ഓഫ് നിങ്ങൾ റെഗുലർ ആയിട്ട് നോർമൽ ആയിട്ട് പഠിച്ചാൽ ലഭ്യമാകുന്ന തരത്തിലുള്ള മാർക്കാണ്. ആ ഒരു കട്ട് ഓഫ് ആണ് 2023 PRT-ക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ PRT-യുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മ്യൂസിക് ടീച്ചർ എക്സാം എഴുതുന്നവർക്ക് അവർക്ക് സെപ്പറേറ്റ് ആണ്. PRT മ്യൂസിക് ടീച്ചർ സെപ്പറേറ്റ് പോസ്റ്റാണ് വിളിക്കുന്നത്. അവരുടെ കട്ട് ഓഫിലേക്ക് വരുമ്പോഴത്തേക്ക് 138 ജനറൽ, OBC നോൺ ക്രിമിനൽ 127, SC 128, 107, 128. അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഏകദേശം 100-നും 140-നും ഇടയിലാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അല്ലെ. 100-നും 140-നും ഇടയിലാണ് ഈ കട്ട് ഓഫിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. മ്യൂസിക് ടീച്ചറുടെ PRT കട്ട് ഓഫ് എന്ന് പറയുന്നത്, PRT-യുടെ പ്രൈമറി ടീച്ചർ മ്യൂസിക്കിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2018 കട്ട് ഓഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, കാരണം 2018 ഇങ്ങനെ കാണിക്കാനുള്ള കാരണം 2018 നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ ഇതുപോലെ അല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നതിന് മുമ്പുള്ള, അല്ലെങ്കിൽ ഇന്റർവ്യൂ ഇടുന്നതിന് മുമ്പുള്ള ഒരു കട്ട് ഓഫ് ആണ്. ഓക്കെ, അപ്പൊ ഏകദേശം അൺറിസർവ്ഡ് എന്ന് പറയുന്നത് 68.60. ഓക്കെ, 68 ആണ് 2018. OBC 63, SC 61, 54 ST. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്ന ഏകദേശം 54-നും 70-നും ഇടയിൽ അല്ലേ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-നും 70-നും ഇടയിലാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, ഈ 2018 കട്ട് ഓഫിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. 2018 ഓക്കെ, PRT-യുടെ 2018 വരുമ്പോഴത്തേക്ക്, 2016 വരുമ്പോഴത്തേക്ക് പ്രൈമറി ടീച്ചറിൻ്റെത് ഓക്കെ 71. അവിടെ മുതൽ 2016 കുറച്ച് ഹയസ്റ്റ് കട്ട് ഓഫ് ആയിരുന്നു, കാരണം എക്സാമിന്റെ പാറ്റേൺ മാറ്റമായിരുന്നു. 65, 59. അപ്പം നമ്മളിവിടെ നോക്കേണ്ടത് പ്രൈമറി ടീച്ചറിന്റെ കട്ട് ഓഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം ഏകദേശം ഒരു 58 മുതൽ 72 വരെ ആ ഒരു റേഞ്ച് ആയിരുന്നു PRT-യുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്.
PRTയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് PRT മ്യൂസിക് ടീച്ചറിന്റെ കട്ട് ഓഫ് 2016 PRT മ്യൂസിക് ടീച്ചർ വരുമ്പോഴത്തേക്ക് 40 മുതൽ 70 വരെ 71 വരെയുള്ള റേഞ്ച് ആയിരുന്നു എന്ത് ചെയ്യുന്നത് PRT മ്യൂസിക് ടീച്ചറുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. മ്യൂസിക് അതായത് ജനറൽ 70, OBC 58, SC 60. നോക്കിക്കോളണേ, OBCക്കാളും ഹയസ്റ്റ് കട്ട് ഓഫ് ആയിരുന്നു SCക്ക് 60, STക്ക് 41. ഇവിടെയും നമ്മൾ നോക്കിക്കൊള്ളണം. OBC പ്രൈമറി ടീച്ചർ 2016 അൺറിസർവ്ഡ് 71, ബട്ട് OBC ആൻഡ് SC സെയിം കട്ട് ഓഫ് ആണ്, ഏകദേശം 65ഉം 65ഉം ആണ്. പോയിന്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ. ST 59. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവലിലായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ PRT എഴുതാൻ പോകുന്നവര്, പ്രൈമറി ടീച്ചർ എഴുതാൻ പോകുന്നവര് തീർച്ചയായിട്ടും ഈ 2016, 18 പിന്നെ 23 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തിയറിയൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം 60, നമ്മളിവിടെ പറഞ്ഞ 2018 പറഞ്ഞ 50, 70 എന്ന് പറയുന്ന റേഞ്ചിലാണ്. അപ്പൊ ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ വരണം. ഓക്കെ, അപ്പം ഏകദേശം ഈ ഒരു റേഞ്ചിൽ 100 മാർക്കിനും 100നും 140നും ഇടയിൽ, 100നും 140നും ഇടയിൽ വാങ്ങിക്കാൻ തക്ക, അതായത് 140 വരെയുള്ള റേഞ്ച് ഉണ്ട്. അതായത് 180 മാർക്കിന് 180 എന്ന് പറയുന്ന മാർക്ക് നമ്മുടെ തിയറിയാണ്, ഓൺലി തിയറി മാർക്കാണ് കേട്ടോ, തിയറിയാണ്. ഓക്കെ, തിയറി മാർക്കാണ് 180 എന്ന് പറയുന്നത്. അതിലല്ല ഈ 138, 127, 128, 107, 128 എന്ന് പറയുന്നത്. ഇത് ഇന്റർവ്യൂ സെക്ഷനോടെ കഴിഞ്ഞിട്ട് അതിനോടെ ചേർത്തിട്ട് 70+ തിയറി 30 എന്ന് പറയുന്നത് ഇന്റർവ്യൂ പ്ലസ് ഡെമോ, ഇതിനോട് ചേർത്തിട്ടാണ് ഈ ഒരു മാർക്ക്. ഈ 100% എന്ന് പറയുന്നതാണ് 138 എന്ന് പറയുന്ന മാർക്ക്. അപ്പൊ നമ്മളിവിടെ പരിശോധിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് PRTയുടെ കാര്യത്തിൽ നിങ്ങൾ നെക്സ്റ്റ് ഈ വരുന്ന 2025 എക്സാമിലേക്ക് പോകുമ്പോൾ ഒരു ആവറേജ് 100നും 130നും ഇടയിൽ മാർക്ക് നിങ്ങൾ വാങ്ങിയിരിക്കണം നിങ്ങളുടെ തിയറിക്ക്. ഇത് വെച്ചല്ല പറയുന്നത് കേട്ടോ, ഇത് വെച്ചല്ല പറയുന്നത്. ഓക്കെ, നമ്മുടെ തിയറി, ഓൺലി തിയറി, PRTയുടെ തിയറി 180 മാർക്കിനുള്ള PRTയുടെ തിയറി എന്ന് പറയുന്നത് 180 മാർക്കിനുള്ള PRTയുടെ തിയറി എന്ന് പറയുന്നത്, തിയറിയിൽ നിങ്ങൾ 100നും 130 മാർക്കിന് ഇടയിൽ വാങ്ങിക്കുവാനായിട്ടുള്ള പഠനം തുടരണം, അല്ലെങ്കിൽ പഠിക്കണം. എങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള ഈ 30% എന്ന് പറയുന്ന ഇന്റർവ്യൂ പ്ലസ് ഡെമോയും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു റേഞ്ചിലേക്ക് 138, 127, അതായത് ഒരു 140 റേഞ്ചിലേക്ക്. ഓക്കെ, ഇത് കട്ട് ഓഫ് ആണ്. 138, 127, 128 ഒക്കെ കട്ട് ഓഫ് മാർക്കാണ്. അപ്പൊ നമുക്ക് നന്നായിട്ട് എത്രയും പെട്ടെന്ന് ജോലി കിട്ടണമെങ്കിൽ ഈ 138 എന്ന് പറയുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു 150 മാർക്ക് വാങ്ങിയിരിക്കണം. 127 എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു 140 മാർക്ക് വാങ്ങിയിരിക്കണം. 128 എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു 140 മാർക്ക് നിങ്ങൾ വാങ്ങിയിരിക്കണം. 107 എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 120 മാർക്ക് നിങ്ങൾ വാങ്ങിയിരിക്കണം. 128 എന്ന് പറയുന്ന സ്ഥലത്ത് 140 മാർക്ക് നിങ്ങൾ വാങ്ങിയിരിക്കണം. ഈ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ നിയമനം ലഭിച്ചിരിക്കുന്നത്. ഈ റേഞ്ചിൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, നിയമനം ലഭിച്ചത്. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരണം. അപ്പൊ ഇത് വരുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രയാസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കട്ട് ഓഫിലേക്ക് പോകുമ്പോഴത്തേക്ക് TGT ആൻഡ് PGT ആണ്. ഓക്കെ, അതിൽ നമുക്ക് 2023 TGTയുടെ കട്ട് ഓഫ് നോക്കാം. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിച്ചോളേ. TGT ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ കട്ട് ഓഫ് ഞാൻ ജനറൽ മാത്രമേ നോട്ടിഫൈ ചെയ്യുന്നുള്ളൂ, ബാക്കി അതിന് താഴെ ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ അതൊന്നും പരിഗണിച്ചാൽ മതി. ഓക്കെ, TGT മാത്സ് 141, TGT സയൻസ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും, അതായത് ഫുൾ ബാച്ച് ഉള്ളത് TGT സയൻസിനാണ്. 130 കട്ട് ഓഫ്. TGT സയൻസിന് 130. ഓക്കെ, TGT സോഷ്യൽ സ്റ്റഡീസ് 134, TGT ഇംഗ്ലീഷ് 129, TGT ഹിന്ദി 141, സാൻസ്ക്രിറ്റ് 142, ആർട്ട് എഡ്യൂക്കേഷൻ 132, TGT വർക്ക് എഡ്യൂക്കേഷൻ 136, TGT ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ 113. ഓക്കെ, അപ്പൊ ഈ TGTയുടെ
ഈ മാർക്ക് അനലൈസ് ചെയ്യുമ്പോൾ കട്ട് ഓഫ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് സംസ്കൃതക്കാരുടെ TGT സംസ്കൃതക്കാരാണ് 142. അപ്പൊ നിങ്ങൾ പരിശോധിച്ച് അപ്പൊ നിങ്ങൾക്ക് ജോലി ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയും OBC NCL നോൺ ക്രിമിലിയർ SC ST OH BH HH മറ്റേ അതേഴ്സ് ഓക്കെ അങ്ങനെയുള്ള കാറ്റഗറി എടുക്കുമ്പോഴും നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ 142 ഹയസ്റ്റ്. അപ്പൊ നിങ്ങളൊരു 150 മാർക്ക്, അതായത് തിയറി CBT പ്ലസ് ഇന്റർവ്യൂ പ്ലസ് ഡെമോ എന്ന് പറയുന്ന ഈ ഒരു മാർക്ക് ശ്രേണിയിൽ തീർച്ചയായിട്ടും അതിൽ CBTയുടെ മാർക്ക് എന്ന് പറയുന്നത് CBT എന്ന് പറയുന്നത് 70% പ്ലസ് ഇന്റർവ്യൂവിന് 15%, ഡെമോക്ക് 15% ഇങ്ങനെ എടുക്കുന്നത്. അങ്ങനെ ഇത് മൂന്നും കൂടി ചേർത്തിട്ടാണ് എത്ര 100%. ആ 100% മാർക്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 150 നിങ്ങൾ പാസ്സായി 150 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 150 മാർക്ക് നിങ്ങൾക്ക് ലഭ്യമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ അടുത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിയമനം ലഭിക്കും. ഓക്കെ, കാരണം നമ്മൾ കട്ട് ഓഫ് ഇപ്പം 142 കഴിഞ്ഞ കട്ട് ഓഫ്. ഇപ്പം 150 വരെയൊക്കെ നമ്മൾ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, TGT വളരെ സുഖകരമായിട്ട് അടിച്ചെടുക്കാൻ പറ്റും, പ്രശ്നമില്ല. 2023 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ 2018 അതുപോലെ തന്നെ ഇത് 2023 തന്നെ ഞാൻ ഈ പറഞ്ഞില്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ 2023 തന്നെ മാർക്കാണ്, അതായത് 180 മാർക്കിന്റെ എക്സാം 180 മാർക്കിന്റെ എക്സാം നടത്തിയപ്പോഴത്തേക്ക് വന്ന ആ മാർക്കാണ്. TGT ഇംഗ്ലീഷ് 58, ഹിന്ദി 55, സംസ്കൃതം 54, മാത്സ് 61, സയൻസ് 60, സോഷ്യൽ സ്റ്റഡീസ് 51. അപ്പം ഇവിടെ ഹയസ്റ്റ് ആയിട്ട് കിടക്കുന്നത് സയൻസ് ആണ് കേട്ടോ. 60 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. 60 മാർക്കാണ് ഹയസ്റ്റ് കട്ട് ഓഫ് ആയിട്ട്. ഇത് മാർക്കിന്റെ ബേസിൽ മാത്രം, ഇത് മാത്രം വെച്ചല്ലല്ലോ കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. നമുക്കറിയാം ഇന്റർവ്യൂവും ഡെമോയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചേർത്തിട്ടാണ് നേരത്തെ പറഞ്ഞ 142 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ 2023 കണ്ടു കഴിഞ്ഞു. 2023 നിന്ന് നമ്മൾ 2018 വന്നു കഴിഞ്ഞാല് കാരണം എക്സാം പാറ്റേണും കാര്യങ്ങളെല്ലാം വ്യത്യാസമായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ ഡിഫറൻസിയേഷൻ വരും. 2018 വന്നു കഴിഞ്ഞാൽ നോക്ക് 58, 55, 54, 61, 60, 58. അപ്പൊ ഇവിടെ 2018 ഹയസ്റ്റ് 61 കട്ട് ഓഫ് വന്നിരിക്കുന്നത് മാത്സിനാണ്. പിന്നെ തൊട്ട് താഴെ സയൻസും ഉണ്ട്. ഓക്കെ, സയൻസും ഉണ്ട്, തൊട്ട് താഴെ സയൻസും ഉണ്ട്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ 2018 കട്ട് ഓഫും 2023 കട്ട് ഓഫും വെച്ച് നോക്കുകയാണെങ്കിൽ പരാപരം നിൽക്കുവാണ്. ഇത് മാർക്ക് ബേസ് ചെയ്തിട്ട് പറയുന്ന കട്ട് ഓഫാണ്. ഈ ഒരു ഗ്രേഡ് വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 141 142 എത്തുന്നുണ്ട് ഇപ്പോഴത്തെ ഇന്റർവ്യൂവും ഡെമോയും കൂടെ വെച്ച് നോക്കുമ്പോൾ. അപ്പം ഏകദേശം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ TGT എഴുതാനിരിക്കുന്നവർ 150 ടോട്ടൽ ഒരു 150 സ്കോർ ലഭിക്കുന്ന തരത്തിലുള്ള പഠനം സാധിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾ ഫുള്ള് വായിക്കണമെന്നല്ല. 150 മാർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പഠനം നിങ്ങൾ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് TGT എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് 2023 PGTയുടെ നോക്കാം. PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ നോക്കാം. 2023 പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ നോക്കുമ്പോഴത്തേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റിന്റെ മാർക്ക് നമ്മൾ നോക്കാം. PGT ഹിന്ദി 143, ഇംഗ്ലീഷ് 134, ഹിസ്റ്ററി 127, ജിയോഗ്രഫി 138, എക്കണോമിക്സ് 134, ഫിസിക്സ് 120, കെമിസ്ട്രി 134, ബയോളജി 128, ബയോടെക്നോളജി 122, കൊമേഴ്സ് 145, മാത്സ് 141, കമ്പ്യൂട്ടർ സയൻസ് 149. അപ്പൊ ഈ ഒരു കട്ട് ഓഫ് പരിശോധിക്കുമ്പോഴത്തേക്ക് ഇതിലേറ്റവും ഹയസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 149 കമ്പ്യൂട്ടർ സയൻസ് ആണ്. 149 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് ആണ്. പിന്നെ വന്നിരിക്കുന്നത് PGT കൊമേഴ്സ് ആണ് 145. പിന്നെ വന്നിരിക്കുന്നത് 143 PGT ഹിന്ദിയാണ് ഹയസ്റ്റ്
149 വരെ വന്നിട്ടുണ്ട്. പക്ഷേ സയൻസ് ഒക്കെ 128, ബയോടെക്നോളജി 122, 120 ഉണ്ട് ഫിസിക്സ്. ഓക്കെ, ഹിസ്റ്ററി 127. അപ്പം ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത്, നോക്കേണ്ടത്, നിങ്ങൾ PGT എഴുതാൻ നിൽക്കുന്നവര് തീർച്ചയായിട്ടും ഒരു 150 അടിക്കാനായിട്ട് ശ്രമിക്കണം. നേരത്തെ പറഞ്ഞല്ലോ 150ൽ കുറഞ്ഞ് വേറൊരു കളിയില്ല. ഓക്കെ, 150 മാർക്കിൽ കുറഞ്ഞ് വേറൊരു കളിയും ഇല്ല. അതായത് നിങ്ങളുടെ 180 മാർക്കിന്റെ CBT എക്സാം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളൊരു 150 പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂ ടേം എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു ഗ്രേഡിലേക്കൊക്കെ നിങ്ങൾ എത്തും. തീർച്ചയായിട്ടും ജോലി കിട്ടാവുന്ന ഒരു റാങ്കിങ് പൊസിഷനിലേക്ക് വരും. നിങ്ങൾ ബാക്കിയുള്ള OBC, SC, ST, OH എന്നുള്ള ആ ഒരു കാറ്റഗറി വിട്ട് കളിക്കും. അത് നമുക്ക് പിന്നീട് നോക്കാം. രണ്ടാമതല്ലേ അത് ചിന്തിക്കേണ്ടത്. നിങ്ങളാദ്യം നല്ല റാങ്കിങ് പൊസിഷനിലേക്ക് എത്താൻ നോക്കുക. അപ്പൊ ഒരു 150 മാർക്ക് സ്കോർ ചെയ്യുന്ന തരത്തിൽ എന്ത് ചെയ്യുക, നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ 2018-19 കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതേ ഗ്രേഡ് തന്നെയാണ്. എക്സാം പാറ്റേൺ വ്യത്യാസമായിരുന്നുണ്ടെങ്കിൽ ഇതേ ഗ്രേഡ് തന്നെയാണ്. ഇംഗ്ലീഷ് 100, ഹിന്ദി 105, ഫിസിക്സ് 74, കെമിസ്ട്രി 97, എക്കണോമിക്സ് 87, കൊമേഴ്സ് 100. അവിടെയും കൊമേഴ്സിന് നല്ല മാർക്കുണ്ട്. മാത്സ് 89, ബയോളജി 104, ഹിസ്റ്ററി 92, ജിയോഗ്രഫി 106. ഓക്കെ, ഇവിടെയും കൊമേഴ്സിന് നല്ല 100 മാർക്ക് കിടക്കുന്നുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ഹയസ്റ്റ് മാർക്കുണ്ട്, ഹിന്ദി ഹയസ്റ്റ് മാർക്ക് കിടക്കുന്നുണ്ട്, ബയോളജി അത്യാവശ്യം ഹയസ്റ്റ് മാർക്കുണ്ട്, ജിയോഗ്രഫി ഹയസ്റ്റ് മാർക്കുണ്ട്. ബാക്കിയാണ് താഴ്ന്ന ലെവലിൽ കിടക്കുന്നത്. അപ്പം ഇത് വെച്ച് നോക്കുമ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനൊരു കാര്യം നോക്കുമ്പോഴും ഈ ഒരു ടേബിൾ വെച്ച് നോക്കുമ്പോഴും നിങ്ങൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ എക്സാമിന് 150 സ്കോർ നോക്കണം. നമ്മൾ 150ലേക്ക് എത്തണം. 150ലേക്ക് എത്തിക്കഴിഞ്ഞാൽ യാതൊരു സങ്കോചവും കൂടാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ KVS എന്നുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് 2026 നിങ്ങൾക്ക് ടീച്ചറായിട്ട്, അല്ലേ? ഓക്കെ, നിങ്ങളുടെ പേരിന് മുമ്പ് PGT, TGT എന്ന് ചേർക്കുന്ന അല്ലെങ്കിൽ PRT എന്ന് ചേർക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി. അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ 150 മാർക്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പഠിച്ചാൽ മതി, അല്ലേ? ജനറൽ ഏരിയ എന്ന് പറയുന്നത് 80 മാർക്കും സബ്ജക്റ്റ് ഏരിയ എന്ന് പറയുന്നത് 100 മാർക്കുമാണ്, അല്ലെ? നമ്മുടെ എല്ലാ എക്സാമിന്റെയും നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്ക് അറിയത്തില്ല, മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതായത് നമ്മൾ 2016 പറഞ്ഞു, 2018 പറഞ്ഞു, 2018 പറഞ്ഞു, 2023 പറഞ്ഞു. ഓക്കെ, ഈ ഓരോ വർഷത്തെയും നമ്മൾ ഇത് അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 3 കാര്യങ്ങളാണ്. 3 ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട് പ്രധാനമായിട്ട്. ഒന്ന്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, മീൻസ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ്. ഓക്കെ, രണ്ടാമത്തത് ആ ക്വസ്റ്റ്യൻസിന്റെ ഓരോ തവണ എക്സാം നടത്തുമ്പോഴും ഉള്ള ക്വസ്റ്റ്യൻസിന്റെ ആ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത്. മൂന്നാമത് നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് പോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് ഓരോ വർഷം തോറും ഹൈ എൻഡിലേക്ക് പോവുമായിരുന്നു നമ്മൾ നോക്കുമ്പോഴേ തന്നെ, അല്ലേ? 2016 പോലെ അല്ല 2018, 2018 പോലെയല്ല 2023. എല്ലാം മുകളിലോട്ട് തന്നെയായിരുന്നു, ഒന്നും താഴോട്ട് വന്നിട്ടില്ല, അല്ലേ? അതായത് എക്സാമ്പിള് നമ്മൾ കഴിഞ്ഞ 2023 എക്സാമിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 13,000-ഓളം പോസ്റ്റ് ഉണ്ടായിരുന്നു. ഏകദേശം 13,000-ഓളം പോസ്റ്റ് ഉണ്ടായിരുന്നു 2023 വരുമ്പോഴത്തേക്ക്. നമ്മുടെ ഈ 2028 വന്നപ്പോഴത്തേക്ക് അത് 9,000 സംതിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാറി. എന്നാൽ ഡിഫിക്കൽറ്റി ലെവലോ ഹൈ ആയി, നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണോ ഹൈ ആയി, അല്ലേ? അപ്പം ഒരു കാര്യം, ഇത്ര കാര്യം ചിന്തിക്കാവുള്ളൂ. ഫസ്റ്റ് 4 പാർട്ടുണ്ട് നമ്മുടെ ജനറൽ ഏരിയയും അതുപോലെ തന്നെ ബാക്കിയുള്ള മീൻസ് നമ്മുടെ സബ്ജക്ട് ബേസ് ഏരിയയും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 180 മാർക്കിന് 150 മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു പഠനം നിങ്ങൾ സാധ്യമാക്കണം, അല്ലെങ്കിൽ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് അച്ചീവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ഈ വർഷത്തെ 2025 ഈ ഒരു KVS എക്സാം നല്ല രീതിയിൽ കാക്കിയത് 2026 നമുക്കൊരു PRTയോ TGTയോ PGTയോ ആയി മാറാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാത്തിനുള്ള ഒരു കംപ്ലീറ്റ് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 150 ലെവലിലേക്ക് നമ്മൾ എത്തണം. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഒരു 120നും 130നും ഇടയിൽ വാങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളത്. അത് മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏകദേശം 4000 പോസ്റ്റോളം കുറവാണ് വന്നിരിക്കുന്നത്. ഇല്ല, ഏകദേശം 4000-ഓളം പോസ്റ്റ് കുറവ് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് 20 മാർക്ക് കൂടെ മുകളിലേക്ക് വായിക്കണം. അതായത് 150 മാർക്ക് നമ്മൾ വാങ്ങിയിരിക്കണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പഠനം നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. ഓക്കെ, ഇതാണ് കട്ട് ഓഫ് എന്നുള്ള ലെവലിൽ തീർച്ചയായിട്ടും ഓരോ കാറ്റഗറിക്കും PRT ആയിരുന്നാലും TGT ആയിരുന്നാലും PGT ആയിരുന്നാലും നിങ്ങളോട് പറയാം. 100 മാർക്കുമാണ്. നമ്മുടെ എല്ലാ എക്സാമിന്റെയും പാറ്റേൺ തന്നെയാണ്. ജനറൽ ഏരിയ എന്ന് പറയുന്നത് ജനറൽ TGT ആൻഡ് TGT ആയിക്കോട്ടെ PGT ആയിക്കോട്ടെ. ഓക്കെ, ഇതിൽ ജനറൽ ഏരിയ എന്ന് പറയുന്നത് 80 മാർക്കിനും സബ്ജക്ട് എന്ന് പറയുന്നത് 100 മാർക്കിനുമാണ്. രണ്ടും കൂടെ ചേർത്തിട്ടാണ് എന്തുകൊണ്ടാണ് 180 മാർക്ക് എന്ന് പറയുന്നത്. അതിൽ ജനറൽ ഏരിയയിൽ വരുന്നത് റീസണിങ്, മാത്സ് ഇല്ല. എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ള റീസണിങ്ങേ ഉള്ളൂ. റീസണിങ് ഉണ്ട്. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ഉണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ജനറൽ സയൻസ്, IT, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത്രയാണ്. ഇത് ഇത്രയും കൂടി, അതായത് റീസണിങ്, ജനറൽ അവയർനെസ്, കറണ്ട് അവയർനെസ്, ജനറൽ സയൻസ്, IT, ഇംഗ്ലീഷ്, ഹിന്ദി, ഇതെല്ലാം കൂടി ഇത്രയും ഏരിയയും കൂടി മൊത്തത്തില് നമുക്ക് 40 മാർക്കിനാണ്. ബാക്കി വരുന്ന 40 മാർക്ക് പ്ലസ് ബാക്കി വരുന്ന 40 മാർക്ക് വെച്ച് നമ്മുടെ പെഡഗോജിയാണ്, സൈക്കോളജി പെഡഗോജിയാണ്. ഓക്കെ, ബാക്കി വരുന്ന 40 മാർക്ക് കൂടെ പ്ലസ് 100 സബ്ജക്റ്റുമാണ് നിങ്ങളുടെ, അതായത് സബ്ജക്റ്റാണ്. PRTക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ട്. PRT 100 മാർക്ക് സെപ്പറേറ്റും 80 മാർക്കിന് സബ്ജക്റ്റ് വരും. സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിൽ മാത്സും ഹിന്ദിയും എൻവയോൺമെന്റൽ സയൻസും എല്ലാ കാര്യങ്ങളുടെ വരും. ബാക്കി 100 മാർക്കിൻ്റെത് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഏരിയ കവർ ചെയ്യും. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി, കാണാൻ പറ്റും. ഇനി ഇതിന്റെ എല്ലാത്തിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് PRTയുടെ സിലബസ്, TGT സയൻസിന്റെ സിലബസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി PGT സയൻസിന്റെ സിലബസ് വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജനറലുകാരുടെ സിലബസും കൂടി ഒരു വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് കുറച്ച് കൂടുതൽ വ്യക്തമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ആ സിലബസിന്റെ 2025 അപ്ഡേറ്റഡ് സിലബസിന്റെ PDF ഞാൻ നമ്മുടെ ഗ്രൂപ്പിലും ടെലഗ്രാം ചാനലിലും അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്. മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ ജനറൽകാർക്കും ഇത് തന്നെയാണ് പഠിക്കാനുള്ളത്. മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഇനി ഹിന്ദി എന്ന് കേൾക്കുമ്പോൾ, ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ ഒന്നുമില്ല. ജനറൽ ആയിട്ടുള്ള ഹിന്ദിയും ജനറൽ ആയിട്ടുള്ള ഇംഗ്ലീഷുമാണ്. നമ്മുടെ ഗ്രാമർ സെക്ഷനാണ് രണ്ടിലും വരുന്നത്. ഗ്രാമർ സെക്ഷനാണ് വരുന്നത് കേട്ടോ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ വരുന്നത് ഗ്രാമർ ആൻഡ് കോംപ്രിഹെൻഷൻ ആണ് രണ്ടിലും വരുന്നത്. ഓക്കെ, അത് എല്ലാവർക്കും TGTക്കും PGTക്കും PRTക്കും ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്. PRTയിലേക്ക് വരുമ്പോൾ ഒരു സെക്ഷൻ കൂടെ ആഡ് ചെയ്യും. അവരുടെ സബ്ജക്റ്റീവ് പോർഷൻ എന്ന് പറയുന്നതിലേക്ക് വീണ്ടും മാത്സും ഹിന്ദിയും ഇംഗ്ലീഷും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ് എല്ലാം കൂടെ ചെയ്തിട്ടാണ് അവരുടെ 80 മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ കട്ട് ഓഫിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ സിമ്പിൾ ആയിട്ട്, നിങ്ങൾ PSCയിലെ കഷ്ടപ്പെടുന്നതിന്റെ ഒരു 1% ഇവിടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 1% കഷ്ടപ്പെട്ടാൽ മതി. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങളുടെ പോസ്റ്റ് നിങ്ങളുടെ കയ്യിരിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ പോസ്റ്റാണ് ഇവിടെ, നിങ്ങളുടെ കയ്യിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ 1/3 ഒരംശം നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്താൽ മതി. ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അതിൽ PRTയും TGTയും എഴുതുന്നവർക്ക് CTET വേണം. PGT എഴുതുന്നവർക്ക് CTET വേണ്ട. ഓക്കെ, PGTക്ക് CTET ആവശ്യമില്ല. ഓക്കെ, അവർക്ക് ഒൺലി PG പ്ലസ് B.Ed ആണ് വേണ്ടത്. രണ്ടിനും കൂടി 50% മാർക്ക്. PGക്കും 50% മാർക്ക് വേണം, B.Edനും 50% വേണം. അത്ര മതി. അതാണ് PGTയുടെ ക്വാളിഫിക്കേഷൻ.
PRT എഴുതുന്നവർക്ക് CTET 1 TGT എഴുതുന്നവർക്ക് CTET 2 ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രായം എന്ന് പറയുന്നത് ആരും PSC എഴുതാൻ പറ്റുന്നില്ല, എനിക്ക് ഈ വർഷത്തെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ പ്രായം കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ഡിഗ്രി PG ഉള്ള, CTET ഇല്ലെങ്കിൽ PG ഉള്ളവർ, BEd ഉള്ളവർക്കൊക്കെ ഞാൻ പറയും, ലേഡീസ് ആണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ ഈ നോർമലായിട്ടുള്ള ഏജ് ഡിസ്ക്രിപ്ഷൻ അല്ല, നമ്മൾ ഇതിൻ്റെയൊക്കെ ഏജ് പറയുമ്പോഴത്തേക്ക് PRT 30 വയസ്സ്, TGT 35 വയസ്സ്, PGT 40 വയസ്സ്, അതായത് PRT 30 വയസ്സ്, TGT 35 വയസ്സ്, PGT 40 വയസ്സ്, ഇതൊക്കെ പറയുന്നത് ഓൺലി മെയിലാണ് കേട്ടോ. മെയിലിനെന്ന് തന്നെ പറയണം. ഇത് ജനറലിന്റെ പ്രായമാണ്, പക്ഷെ അത് ഓൺലി മെയിലിനാണ്. ജനറലിന്റെ ഏജ് വൈസ് ആണ്, പക്ഷെ മെയിലിനാണ്. സ്ത്രീകൾക്ക് ഇതിന്റെ കൂടെ 10 വർഷം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് PRT ആണെങ്കിൽ 40 വയസ്സാവും, TGT ആണെങ്കിൽ 45, PGT ആണെങ്കിൽ 50 വയസ്സ്. ആലോചിച്ച് നോക്കിയേ, PSC എഴുതാൻ പ്രായം കഴിഞ്ഞിരിക്കുന്നവർ, PG ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ലേഡീസ് ആണെങ്കിൽ അവിടെ ഒരു കാസ്റ്റോ കമ്മ്യൂണിറ്റി ഒന്നും നോക്കത്തില്ല, 50 വയസ്സുണ്ട്. ഇനി അവർ OBC ആണെങ്കിൽ അതിൽ 3 വർഷം കൂടി എക്സ്ട്രാ വീണ്ടും കിട്ടും. അവർ SC ആണെങ്കിൽ 5 വർഷം എക്സ്ട്രാ കിട്ടും, 13ഉം 15ഉം ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പഠിക്കുവാനായിട്ട് തീരുമാനിക്കുക. ജസ്റ്റ് ഒരു 3 മാസം ഇത് ലഭിക്കണം എന്നുള്ളൊരു ആലോചനയോട് കൂടി 100% ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം. ഓക്കെ, വന്ദേ മാതരം പറഞ്ഞിട്ട് ഒരിക്കൽ കൂടി ഒരു കാര്യം പറഞ്ഞു വിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഇത് എഴുതാൻ നിൽക്കുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. വന്ദേ മാതരം.